ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഫെബ്രുവരി 14 കാരുണ്യമാതാവ്. 1876 എസ്റ്റൽ ഫഗൂട്ട് എന്ന ചെറുപ്പക്കാരി ക്ഷയരോഗം പിടിപെട്ട് കിടപ്പിലായി. എല്ലാവരും അവളുടെ മരണം കാത്തിരിക്കുമ്പോൾ ഫെബ്രുവരി 13 മാതാവ് രോഗക്കിടക്കയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. 3 രാത്രികളിൽ ഇത് സംഭവിക്കുകയും മാതാവ് അരുളി ചെയ്തതുപോലെ രോഗി ഉടനെ സുഖം പ്രാപിക്കുകയും ചെയ്തു. പെല്ലിവേസിലെ മാതാവ് കൂടെ എസ്റ്റലയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഏറ്റവും കരുണയുള്ളവളാണ്. എൻ്റെ മകനോട് ഏറ്റവും സ്വാധീനം ചെലുത്താൻ കഴിയും. എന്നെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്നത് എൻ്റെ മകനെ ആദരിക്കാത്തതാണ്. അവൾക്കുണ്ടായ മാതാവിൻ്റെ മറ്റൊരു അരുളപ്പാടിൽ മാതാവ് വെള്ള വസ്ത്രമണിഞ്ഞ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഛായ പതിച്ച വെള്ള ഉത്തിരിയം മാറിലണിഞ്ഞ് കാണപ്പെട്ടു. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് പരിഹാരം ചെയ്യണമെന്ന് ആ വലിയ ആവശ്യം വീണ്ടും മാതാവ് ചൂണ്ടിക്കാട്ടി. ഈശോയിൽ സ്നേഹമുള്ളവരെ, കരുണയുടെ മാതാവിനോട്, കാരുണ്യത്തിൻ്റെ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാതാവ് നമ്മുടെ രോഗാവസ്ഥകളിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ, മനസ്സിൻ്റെ പ്രയാസങ്ങളിൽ, ജീവിതത്തിൻ്റെ ഭാരങ്ങളിൽ മാതാവ് നമ്മുടെ അടുത്ത് വരും. കരുണയോടെ നമ്മളെ നോക്കും, അനുഗ്രഹം നമ്മളിലേക്ക് ചൊരിയും. വിശ്വാസപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ സാന്നിധ്യം എന്നും ഞങ്ങൾക്ക് തരണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.